ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. വീണടം കുഴിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മണ്ടന്മാരത് ചെയ്യുന്നത്. ജാസ്മിൻ ജാഫറിൻ്റെ പിതാവ് ജാഫർ ഖാൻ, ഇദ്ദേഹത്തോട് എനിക്കൊരു പേഴ്സണലി ഒരു വിരോധമുള്ള ആളല്ല. എനിക്കറിയത്തുകൂടിയില്ല ഇദ്ദേഹത്തെ. വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ. എന്നാൽ ഇന്നലെ ഞാനിട്ട വീഡിയോ, അതായത് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പുലഭ്യങ്ങൾ, വളരെ മോശമായ തെറിവിളി, ഞാൻ ഈ പറഞ്ഞ ജാസ്മിനെ ഒരു തെരുവാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജാസ്മിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു പലരും ചെയ്യുന്ന പോലെ ജാസ്മിൻ്റെ പൂർവ്വ കാമുകന്മാരുടെ സ്റ്റോറി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ജാസ്മിനുമായി ബന്ധപ്പെട്ട ജാസ്മിൻ്റെ കുടുംബകഥകൾ അന്വേഷിക്കുക, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ ന്യൂസ് പ്രചരിപ്പിച്ചപ്പോൾ അങ്ങനെ തമ്പനയിലോട്ടൊരു വീഡിയോ ചെയ്തു. അതിനുള്ളിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഇത് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തു. വലിയ മാനഹാനിയാണ് പുള്ളിക്കുണ്ടായെന്നുള്ളതാണ് പ്രധാന പരാതി. അതിനുശേഷം തൻ്റെ മകളുടെ ഗെയിമിനെ കാമപ്പേക്കൂത്തുകളെന്ന് പറഞ്ഞ എന്നുള്ളതാണ് മറ്റൊരു പരാതി. അതിനെ തുടർന്ന് ഈ മാന്യനായ വ്യക്തി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഈ പറഞ്ഞോണം വലിയ തെറികൾ, തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെയാണ് വിളിച്ചേക്കുന്നത്, മാരകമായുള്ള തെറികളാണ്. അപ്പോൾ ഈ വിളിച്ച വ്യക്തിയുടെ, അതായത് ഡ്രസ്സ് ചെല്ലാൻ വൈകി വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടാണെന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല ആക്ച്വലി ചെയ്തത്, വേറെ എത്രയോ പേര് ചെയ്ത്, ഗുഡ് വിൽ ടോക്കീസ്, അങ്ങനെ ഈ കാഴ്ച എൻ്റർടൈൻമെൻറ്റ്, ബിഗ് ബോസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകാർ, അതായത് ഏതാണ്ട് 2800 ചാനൽ ചെയ്യുന്നതിൽ 1000 പേരെങ്കിലും ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇതേ കാര്യം തന്നെ പറഞ്ഞത്. എന്നാൽ എൻ്റെ വീഡിയോയിൽ ഇദ്ദേഹം വന്ന് കമൻ്റ് ഇട്ടു, നിൻ്റെ അമ്മച്ചിയാണ് ഇതേപോലെ ഡ്രസ്സ് കൊടുത്തു വിടുന്ന, പൂ മോനെ, പൊലയാടി മോനെ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം? ഞാൻ ഈ വിവി എന്ന് പറയുന്ന വിവി ഹിയർ ആരാണ്? ഇവരുടെ കുടുംബമായി ഏറ്റവും അടുപ്പമുള്ള, അല്ലെങ്കിൽ ഈ ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വിവി ഹിയർ. പക്ഷേ വിവിയെ കൊണ്ട് എത്ര വിളിപ്പിച്ചാലും ജാസ്മിൻ ഇനി വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ വികൃതമായി കഴിഞ്ഞു ജാസ്മിൻ ഈ പ്രേക്ഷകരുടെ മനസ്സിൽ. സോ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കരുതിയത് ഇദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ്, അതായത് യൂട്യൂബിൽ പലരും പല വീഡിയോ ഇടും, ചെറിയൊരു മിസ്ലീഡിങ് തമ്പനിയിലാണ് വെച്ചിരുന്നത്, അതായത് പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ, അല്ലാതെ ഒരു വാക്കുകൊണ്ട് പോലും തെറി പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് ആ വീഡിയോയുടെ താഴെ വന്ന് ഇത്രമാത്രം പുലഭ്യം പറയാൻ വേണ്ടി ഇദ്ദേഹം ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് എന്തുമാത്രം ബാലിശ്യമാണ്. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണ്? എന്നാൽ ഇദ്ദേഹം ഇന്നലെയും ഇതിൽ കൂടുതൽ ആവർത്തിച്ചു. വലിയ രീതിയിലുള്ള തെറിവിളികളാണ്. എന്നെയും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന മറ്റുള്ളവരെയും തെറിവിളിക്കുകയാണ്. ജാഫർ ഖാൻ 7606 വളരെ വ്യക്തമായി ഈ വിവി എന്ന് പറയുന്ന ഇവരുടെ കുടുംബ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ ഐഡിയ ആണെന്ന്. എൻ്റെ ചാനലിൻ്റെ അടിയിൽ മാത്രമല്ല, പല വീഡിയോസിൻ്റെ അടിയിലും ഇയാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരുത്തനെയും വെറുതെ വിടത്തില്ലെന്നാണ് ഇയാൾ പറയുന്നത്. ജാസ്മിനെ മോശം പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോയുടെ അടിയിൽ തള്ളക്കുളി നടത്തിയിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തൊരു മാന്യനാണല്ലേ. അതായത് ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതായത് തൻ്റെ മകളുടെ ഗെയിമിനെ കാമപ്പേക്കൂത്തെന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം അവകാശപ്പെടുന്നത് മകളുടെ ഭാവി ഇല്ലാതാക്കാൻ നോക്കുന്നു, കല്യാണം കഴിക്കേണ്ട കുട്ടിയാണ്. ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇനി കല്യാണത്തിന് തയ്യാറായി വരുമെന്ന്. എടോ, എൻ്റെ അല്ലെങ്കിൽ മറ്റൊരു യൂട്യൂബറിൻ്റെ വീഡിയോയുടെ തമ്പനിയിൽ നോക്കിയിട്ടാണോ മകളെ കല്യാണം കഴിക്കാൻ ആൾ വരുന്നത്? ഈ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്കാർ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണാതിരിക്കുവാണോ? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ പെൺകുട്ടി അവിടെ കാണിച്ചത് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനെ കാമപ്പേക്കൂത്തുകളെന്ന് തന്നെ പറയത്തുള്ളൂ. അതെൻ്റെ അനീതിയാണ് അവിടെ പോയി ഇത്തരം പരിപാടികൾ കാണിച്ചെങ്കിൽ, ഈ പറഞ്ഞ നക്കലും കടിക്കലും ഉമ്മോക്കലും കെട്ടിപ്പിടിയൊക്കെ കാണിച്ചെങ്കിൽ തീർച്ചയായും ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇത്തരം പരിപാടികൾ കാണിച്ചെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ കാമപ്പേക്കൂത്തുകൾ എന്ന് തന്നെ പറയത്തുള്ളൂ. മറ്റൊരു വേർഡ് അതിനില്ല. ചിലപ്പം ലഘൂകരിച്ച് പറയുന്നവരുണ്ടാവും, പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ കാമപ്പേക്കൂത്തുകൾ എന്ന് പറയുന്ന വാക്ക് ഒരു ചീത്തയൊന്നുമല്ല. അവരവിടെ കാണിക്കാൻ ശ്രമിച്ചത് ക്യാമറ ഉള്ളതുകൊണ്ട് അത്രേ സംഭവിച്ചോളൂ, അല്ലായിരുന്നെങ്കിൽ അതിലും വലുത് സംഭവിച്ചു തന്നെ. ഇവിടെ ജാസ്മിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി മുമ്പത്തെ സീസണുകളിൽ ഇതേപോലെയാണ് ഞാൻ പ്രതികരിച്ചത്. ആംഗളയും പെങ്ങളും എന്ന് പറഞ്ഞിട്ട് സെക്സ് എന്ന് പറഞ്ഞവരെയും അല്ലെങ്കിൽ അനാവശ്യമായി ഇതേപോലെ കാമലീലകൾ കാണിച്ചവരെല്ലാം അതേ രീതിയിൽ തന്നെയാണ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. തീയില്ലാതെ പുകയുണ്ടാവത്തില്ല. ഇത്തരം പരിപാടികൾ അവിടെ പോയി കാണിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇത് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന ആൾക്കാരെ വായടപ്പിക്കാൻ വേണ്ടി തെറി പറഞ്ഞ് അവരെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ എല്ലാവരും അംഗീകരിക്കുമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഇവിടെ ഏറ്റവും വലിയ നിങ്ങളുടെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ വ്യക്തമാവുന്നത്? ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ പറയുമ്പോഴും ഇത് ചൂണ്ടിക്കാട്ടിക്കുന്നവരെ തെറി പറയാൻ നിങ്ങൾ പോവുകയാണ്. ചാനൽ മുഴുവൻ കയറി ഇറങ്ങി തെറി പറയുന്നു. എന്തൊരു വൃത്തികേടാണുള്ളത്. അല്പമെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഈ പരിപാടി നിങ്ങൾ ചെയ്യുമോ? ഞാനും ആദ്യം ഇത് ഫേക്ക് ഐഡിയാണോ ധരിച്ചിരുന്നത്. പിന്നീട് ഈ വിവി തന്നെ പറയുമ്പോഴാണ് ഇത് ഞാൻ വിശ്വസിച്ചത്. ഈ പറയുന്ന വിവിക്കും അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് വലിയ പുണ്യപ്രവൃത്തിയായിട്ടും അല്ലെങ്കിൽ റമദാനിൽ ചെയ്ത മഹനീയമായ കാര്യങ്ങളായിട്ടും തോന്നിയേക്കാം. നിങ്ങളത് പറഞ്ഞ കുഴപ്പമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയതാണ് ഒരുപക്ഷെ നമ്മൾ സദാചാരവാദിയെന്നോ അല്ലെങ്കിൽ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാരെന്നോ ഒക്കെ നിങ്ങൾ പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത്തരം കമൻ്റ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടത്
അവിടെ കാമപ്പേക്കൂത്തുകൾ പോലുള്ള സംഭവങ്ങളാണ് എനിക്ക് തോന്നിയത്. അത് തുറന്നു പറയാൻ ഒരു മടിയില്ല. അല്ലെങ്കിൽ ഈ സായി കൃഷ്ണയെ പോലെയൊക്കെ പുറത്തൊന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് ജാസ്മിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്ന ആ പരിപാടിയില്ല. ഞാൻ അന്നോട്ട് ഇന്നുവരെയും പറയുന്നത് ജാസ്മിൻ ഈ ഷോയിൽ കാണിച്ചത് കാമപ്പേക്കൂത്തുകൾ തന്നെയാണ്. ഞാൻ പോയ സമയത്ത് പറഞ്ഞതാണ്, ഇതൊന്നുമില്ലാതെ തന്നെ ഏറ്റവും മികച്ച ഗെയിമറായി മാറി വിന്നറായി മാറാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ് ഈ ജാസ്മിൻ. പണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ജാസ്മിൻ തന്നെ പറഞ്ഞു ഞാൻ പ്രേമിക്കാനല്ല എന്ന് പറഞ്ഞു. വീരവാദം മുഴക്കിയിട്ട് പോയിട്ടാണ് ഈ ആഭാസങ്ങൾ കാണിച്ച്. കാമുകി കാമുകന്മാരെന്ന ലേബലിൽ കാണിച്ചു. അവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോ, ലിപ് കിസ് അടിച്ചോ, ഫ്രഞ്ചൈസ് അടിച്ചോ, കെട്ടിമറിഞ്ഞോ. പക്ഷേ ആ മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് ആണ്, ഞങ്ങളിവിടെ ഫ്രണ്ട്സിൻ്റെ ലീലകളാണ് കാണിക്കുന്നത്, ബെസ്റ്റികളുടെ. അതിനെ പ്രോത്സാഹിപ്പിക്കണോ? സപ്പോർട്ട് ചെയ്യുന്ന ലെസ്ബിയനും ഫെമിനിസ്റ്റ് ചാനലുകളൊക്കെ ഉണ്ടാവും. അമ്മാരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ഇത് വരുമ്പോഴത്തേനും ഒരിക്കലും ഒരുത്തിനും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വലിയ താല്പര്യമായിരിക്കും. ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന ചെക്കൻ എന്താണ് നഷ്ടപ്പെടാൻ? അവനൊരു ആൺകുട്ടിയാണ്, ഒന്നും നഷ്ടപ്പെടാനില്ല. അവൻ നേരെ വന്ന് വേറെ കല്യാണം കഴിക്കും. ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭാവിയാണ് ഇത് ബാധിക്കുന്നത്. കാരണം ഈ ഷോ കണ്ട സകലമാന ആൾക്കാരും ജാസ്മിൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ പറയുന്ന പെൺകുട്ടിയെ കെട്ടാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായി അറിയാം ജാസ്മിൻ എന്താണെന്നുള്ള കാര്യം. അവർ ഈ ഷോയിലൂടെ കണ്ടതാണ്. അല്ലാതെ അവർ ഓടിയൊന്നും എൻ്റെ തമ്പനിയിലോ വേറെ ആരുടെ തമ്പനിയിൽ നോക്കിയിട്ടല്ല നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഇവിടെ ഈ ഷോയിൽ തന്നെ ഇവരുടെ ഈ ആവാസങ്ങളെ നിശ്ചിതമായി വിമർശിക്കാൻ ഒരാളില്ലായിരുന്നു. ഇവർ കാമുകി കാമുകന്മാരാന്ന് പറഞ്ഞതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അല്ലാതെ ഇവർ ചെയ്ത് കാട്ടിക്കൂട്ടിയ ഈ കാമപ്പേക്കൂത്തുകളെ വിമർശിക്കാൻ ഒരാളില്ല. വിമർശിക്കുമെന്ന് കരുതി പോയ സായി കൃഷ്ണയുടെ അവസ്ഥ കണ്ടില്ലേ? വെറും അടിമയായി മാറി. എനിക്ക് അസൗകര്യമായി പോയിട്ടാ, അല്ലെങ്കിൽ ഞാൻ പോകാൻ ശ്രമിച്ചേനെ. ഇവിടെയൊക്കെ എങ്ങനെയാണ് എടുത്ത് റോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളവരെ ഞാൻ കാണിച്ചു കൊടുത്തേനെ. വടക്കോട്ടുള്ള ആൾക്കാരൊന്നും പോയി കഴിഞ്ഞാൽ ജാസ്മിനോടൊന്നും പിടിച്ചേക്കാനൊന്നും പറ്റത്തില്ല. കൊല്ലംകാരൊരുത്തും പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരംകാരനെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഇപ്പോൾ പോയല്ലോ ഫെബിൻ എന്നൊക്കെ പറഞ്ഞ് അടിക്കടി മറുപടി പറയാൻ ശേഷിയുള്ള ജാൻസിനോടൊന്നും സംസാരിച്ച് കഴിക്കാൻ ഭയങ്കര പാടാണ് സാധാരണക്കാർക്ക്. അപ്പോൾ ഈ കൊല്ലംകാരോ ട്രിവാൻഡ്രംകാരോ ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും നല്ല ചെറുപ്പക്കാർ പോയി കഴിഞ്ഞാൽ ഉള്ള ഇടപാട് തെറ്റിപ്പോയെന്നെ. ഈ ഗബ്രിയലിനെയൊക്കെ വലിച്ചിട്ട് അലക്കിയേനെ. സോ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി വളരെ മോശമാണ്. പല യൂട്യൂബേഴ്സും പല കാര്യങ്ങളും പറയും ഇങ്ങനെ പോകുന്ന ഒരാളെക്കുറിച്ച്. ഇവിടെ ഞാൻ എവിടെയും ഒരു ചീത്ത വാക്ക് ഈ പെങ്കൊച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലാത്ത പക്ഷം ഇതുപോലെ വന്ന് കമൻറ്റ് തെറികളടിക്കുന്ന, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ആളാണ് നിങ്ങളെന്ന് പബ്ലിക് അറിയുമ്പോൾ കുറച്ചുകൂടി ഓൾറെഡി മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുകയാണ് ഈ പെങ്കൊച്ച്. ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ ഇരട്ടിയായിട്ട് മൊത്തം വിലയും കളയുന്ന ഒരു ഏർപ്പാടാണ് ഈ പുള്ളി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതേക്ക് ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യനായി മാറുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഈ വിഷയത്തിൽ ഇനി ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.